മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ പ്രത്യേക രീതിയിൽ കാണാനായി സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചാണ് നീങ്ങുന്നത്. സർക്കാർ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവിധ തലങ്ങളിൽ 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടുത്തി രൂപീകരിക്കാനും തീരുമാനമായി. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സൂര്യഗായത്രി, അതായത് നേരത്തെ മുഖ്യമന്ത്രി ചെയർമാനായ സമിതി രൂപീകരിക്കുന്നു, മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകതകൾ? പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നടപടികൾ? അജിംഷ, സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായ വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള ദാരുണ സംഭവങ്ങൾ കണക്കിലെടുത്താണ് ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കാനാണ് തീരുമാനം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി, മന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കുമെന്നും അറിയിച്ചു. സംസ്ഥാനതല ഉദ്യോഗസ്ഥ സമിതി ഉൾപ്പെടെയുള്ള സമിതികളുടെ ചുമതലകളും പ്രവർത്തന രീതിയും ചീഫ് സെക്രട്ടറി, വനം വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കും. ഇതിൽ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി ഒരു സമിതി രൂപീകരിക്കും. ഇതിൽ തന്നെ വനം വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിമാർ എന്നിവർ അംഗങ്ങളായിരിക്കും. കൂടാതെ ചീഫ് സെക്രട്ടറി കൺവീനർ ആയിരിക്കും. ഈ സമിതി ആയിരിക്കും സംസ്ഥാന തലത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. കൂടാതെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ അംഗങ്ങളായിക്കൊണ്ടുള്ള മറ്റൊരു സംസ്ഥാന തലത്തിൽ തന്നെ നിയന്ത്രണ സമിതി രൂപീകരിക്കും. സംസ്ഥാന തലത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നത് ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായും ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ SP, DFO, ജില്ലാ മെഡിക്കൽ ഓഫീസർ, LSGD ഡെപ്യൂട്ടി ഡയറക്ടർ, പട്ടികജാതി പട്ടികവർഗ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഒരു നിയന്ത്രണ സംവിധാനം രൂപീകരിക്കും. ജില്ലയിലെ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരവും മേൽനോട്ടത്തിലുമായിരിക്കും നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ നിലവിലുണ്ട്. ജാഗ്രതാ സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ വന്യജീവി സംഘർഷം തടയുന്നതിനുള്ള നടപടികൾ തയ്യാറാക്കുന്നതും അത് നടപ്പിലാക്കുന്നതും. കൂടാതെ ഇവർ ബന്ധപ്പെട്ട ജില്ലാതല സമിതിയുടെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കും പ്രവർത്തിക്കേണ്ടതെന്നും അറിയിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സമിതി ആയിരിക്കും നടപടികൾ സ്വീകരിക്കുന്നത്. ജില്ലാ സമിതിയുടെ സാധൂകരണം തേടിയാൽ മതിയാകും. ജാഗ്രതാ സമിതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്, ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കും അധ്യക്ഷൻ. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ അതിനെ പുതിയ ഒരു പ്രത്യേക ദുരന്തമായി കണക്കാക്കും സർക്കാർ. മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിലാണ് അത്തരത്തിലൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ, ആ വിഷയങ്ങളിൽ സർക്കാരിന് സാങ്കേതികമായി കൂടി ലഭിക്കുമെന്ന നേട്ടങ്ങൾ കൂടി അതിനുണ്ട്. 4 സമിതികളായി രൂപീകരിക്കും. പ്രാദേശിക തലങ്ങളിലടക്കം 4 സമിതികളായി രൂപീകരിച്ചായിരിക്കും അത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രവൃത്തി. ആ പരിഗണനയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനാകുമെന്നതാണ് നേട്ടം. മന്ത്രിസഭാ യോഗത്തിൻ്റേതാണ് തീരുമാനം. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.